നുസ്രത് ജഹാൻ, ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ ഉണ്ടാകാമെന്നാണ് ഈ മെക്സെവനിലെ 1000-ലധികം യൂണിറ്റുകളിൽ ഒരു വിശകലനം നടത്തിക്കൊണ്ട് ഡോക്ടർ ബി ജയരാജ് മുന്നോട്ട് വെക്കുന്ന കാര്യം. അങ്ങനെ ആയിരിക്കുമോ? കാരണം ചില സംശയകരമായ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവർ ഈ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു രീതി, നേരത്തെ സുഭാഷ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കുറുമുന്നണി പോലെ അതിൻ്റെ അകത്ത് ചില ആശയ സംവാദങ്ങൾ നടക്കുന്നു, ആശയ പ്രചരണം നടക്കുന്നു എന്നൊക്കെ നിരീക്ഷിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിൽ ഒരു തെറ്റ് പറയാൻ കഴിയില്ല. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, 100-ലധികം പേരുണ്ടായിരുന്ന ഈ കൂട്ടായ്മയിൽ ഇപ്പൊ 10-20 ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ട്? അതിൽ അറിയാതെ പെട്ടവരൊക്കെ വിഡ്രോ ചെയ്തു, കാരണം പേടിച്ചിട്ട്. കാരണം കുടുംബങ്ങളിൽ നിന്നൊക്കെ പോയ ചില ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവരത് വിഡ്രോ ചെയ്തു. അപ്പൊ ഇത് ഒരു ആ കുടുംബങ്ങൾ തന്നെ അന്വേഷിക്കണ ഇത് ആരാണ് ഇത് തുടങ്ങി വെച്ചതെന്നാ. ആ തുടങ്ങി വെച്ചതിന്റെ ബേസ് ആണ് ഓരോരുത്തരും അതിന് വിഡ്രോ ചെയ്യാൻ കാരണമായതെന്നാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എല്ലാം നോക്കും എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നോക്കുന്നുണ്ട്. ആക്ച്വലി മോഹനൻ മാഷ് ഒരു ഐഡിയ എടുത്തതാ, കാരണം മോഹനൻ മാഷിന്റെയും കൺട്രോളിലല്ല അത്. അപ്പോ അതിലൊക്കെ തൊഴഞ്ഞു കാറ്റം കൊണ്ട് CPM-ന് വന്ന ക്ഷീണങ്ങള് എല്ലാരും കണ്ടതാ. അപ്പൊ ഇനിയും ഈ CPM-ൽ ഇനി ഒരു ഭാഗം ഉണ്ടാവരുത് വെച്ച് നമ്മക്കൊക്കെ ഇട്ട് തന്നാ. നമ്മളിപ്പോ ഇരുന്ന് ഈ സമയം ചെലവാക്കി ഇവിടെ ചർച്ച ചെയ്യണേ. ഇങ്ങനെ ചർച്ച ചെയ്യട്ടെ, കേരളം രക്ഷപ്പെടട്ടെ എന്നുള്ള നല്ലൊരു മനോഭാവം കൂടി CPM നേതാവായ മോഹനൻ മാഷിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ പറഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നതാണ്. അത് നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, ബാക്കിയുള്ളവർ പറയുന്നത് അത് പറയണ്ട, പിന്നെ തെറ്റാണ്, മുസ്ലിങ്ങളെ കുറ്റം പറയാം. എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങളെ കുറ്റം പറയാം, എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നരേന്ദ്രമോദിനെ താഴെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ നരേന്ദ്രമോദിയാണ് ലോക ശത്രു എല്ലാവർക്കും. പക്ഷെ യമനിലും സിറിയയിലും ഇറാനിലൊന്നും നരേന്ദ്രമോദി പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ കാണണ്ടേ. ഇവര് തന്നെ തമ്മിൽ തല്ലുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ഐക്യവും. പിന്നെ മൈനോറിറ്റി പറഞ്ഞ് മൈനോറിറ്റീന്റെ പ്രശ്നം വരരുതെന്ന് പറഞ്ഞു ഡോക്ടർ. ഇന്ത്യയിലെ മൈനോറിറ്റി പോലെ എവിടെയാണ് മൈനോറിറ്റീസിന് ഇത്ര അധികം കാര്യങ്ങൾ കൊടുത്ത് ഏത് മൈനോറിറ്റിക്കാ പ്രശ്നം വന്നതെന്ന് ഇന്ന് ചൂണ്ടിക്കൊടുക്കാൻ പറ്റും? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകൾ കൊടുക്കുന്നത് ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. എന്റെ ത്രൂ തന്നെ എത്രയോ മൈനോറിറ്റി കോളേജുകൾക്കും എത്തിനിക്കാനകൾക്കും മോദി ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈവൻ വാജ്പേയി സർക്കാരിന്റെ സമയത്തും പിന്നെ വിദ്യാഭ്യാസ ഭാഗത്ത് നിന്നിട്ട് മൈനോറിറ്റി ക്രിസ്ത്യൻ കോളേജുകൾ എത്രയധികം വന്നിട്ടുണ്ട്. പിന്നെ ശ്രീ മുരളി മനോഹർ, അതായത് നുസ്രത്ത്, ഇവിടെ CAA നടപ്പാക്കിയാൽ ഇവിടുത്തെ ഒരു മതവിഭാഗം ഈ രാജ്യം വിട്ട് ഓടേണ്ടി വരും എന്ന് വളരെ കൃത്യമായി പ്രകടമായി ഒരു വിഭാഗത്തെ ഭീതിയിലാഴ്ത്തിയ ഒരു വിഭാഗം കൂടിയാണ് CPM. അത് നമ്മൾ കാണാതെ പോകരുത്. CPM മാത്രല്ല, CPM-ന്റെ കൂടെ ഈ മുജാഹിദും മുസ്ലിം ലീഗും അന്ന് തെരുവിൽ ഇതേപോലെ ഇന്നിപ്പോ ഈ വ്യായാമത്തിന് ഇറങ്ങിയ പോലെ തന്നെ അന്ന് പർദ്ദയിട്ട പെണ്ണുങ്ങളെ വെള്ളിയാഴ്ച പള്ളിയിൽ ഇറങ്ങി CAA-ക്ക് അതിനെ ഇൻക്ലാബ് വിളിച്ച്, റോട്ടിലിറങ്ങാത്ത പെണ്ണുങ്ങളാന്ന് റോട്ടിലിറങ്ങി ഇൻക്ലാബ് വിളിച്ച്, മോദിനെ തെറി വിളിച്ച്, അമിത്ഷാനെ തെറി വിളിച്ച്. എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് പോയോ? നിങ്ങൾ അറിയണ നീലിം അറിയണ ഏതെങ്കിലും മുസ്ലിം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയോ? ഞാൻ അറിയണ പോയിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പരിഹാരം നമ്മളെടുക്കും. അത് പറഞ്ഞാണ് ഇവരെല്ലാം ഇറക്കി വിട്ട ഈ സ്ത്രീകളെയൊക്കെ. അവർക്കൊന്നും അറിയ പോലുമില്ല. തെറ്റി പോലും പോയിട്ടുണ്ട് അവർ ഇൻക്ലാബ് വിളിച്ചപ്പോ, മോദിക്കെതിരെ വിളിച്ചപ്പോ മോദിനെ ഇനി ഇഷ്ടപ്പെട്ട് തന്നെ വിളിച്ചു പോയി തെറ്റിയിട്ട്. ഇതുപോലും സംഭവിച്ചിട്ടുണ്ട്. കാരണം പഠിപ്പിച്ച് വിടുകയാണ്. മോദി ഒരു രാജ്യദ്രോഹിയായിട്ട് ഇവര് കാണിക്കുന്നതാ. 65 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഇന്ന് പറഞ്ഞ്, അപ്പോ അവിടെ ഉണ്ടാക്കുന്ന ഇവര് ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന പറയണത് അത് 26 തവണ മാറ്റിയ ഭരണഘടനയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും മാറ്റിയത് അവരറിഞ്ഞിട്ടില്ലേ? അതിന് കൂടാൻ വേണ്ടി ഈ അമ്മായിമാർക്ക് വേണ്ടിയിട്ട് പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് വരും. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഇതാണ്. പക്ഷെ അത് ഓരോ ഭാഗത്തുനിന്ന് ഇവരെ മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും തവണ മാറ്റി അംബേദ്കറെ ഫോട്ടോ ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ വെക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു, അറിയോ? ആ ഇന്ദിരാഗാന്ധിന്റെ കൊച്ചുമകനാണ് ഇന്നിപ്പോ പിന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് പറയണത്. അപ്പൊ ഇത്രയും ഇവര് ഭരണഘടനയും അംബേദ്കറെയും ഒക്കെ ഇവര് സ്നേഹിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന ഓരോ വാദവും പൊളിഞ്ഞു വീഴുകയാണ്. അത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.